ഹലോ ഹായ് സുമേണേ. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ മസാല തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ വാങ്ങുമ്പം ഇങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉലുവ കുറച്ച് മതി, ഉലുവ, ഏലക്ക ഒരു 4-5 ഏലക്ക, കുറച്ച് പട്ട, ഇതിൻ്റെ കുറച്ച് ഗ്രാമ്പുമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വലിയ ജീരകമാണ്, ഇത് ചെറിയ ജീരകം, ഇത് കുരുമുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇത് മുളക് പൊടി മല്ലിപ്പൊടി ഞാനിവിടെ എല്ലാം പൊടിയായിട്ടാണ് എടുക്കുന്നത് കൊണ്ട് അങ്ങനെ എടുത്തതാണ്. അല്ലെങ്കിൽ വറ്റൽ മുളക്, പച്ചമല്ലി അത് രണ്ടും എടുക്കാം. അതെടുത്തിട്ട് വറുത്തെടുത്താൽ മതി. ഞാനിവിടെ പൊടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ്. പണ്ടൊക്കെ ഇങ്ങനെ വറ്റൽ മുളകും മല്ലിയൊക്കെ പച്ചയ്ക്ക് ഇതുപോലെ മൂപ്പിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടും എടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതെല്ലാം ഇത്രയും കൂടെ ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കി പൊടികളെല്ലാം. ഒരുപാടൊന്നും വേണ്ട, ഇത് ഒരുപാടങ്ങ് മൂത്ത് എടുക്കുകയൊന്നും വേണ്ട, കുറച്ചൊന്ന് ചൂടാക്കി കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് ഇങ്ങനെ ചേർക്കുന്നത്. നമ്മളല്ലാതെ പൊടി ആയിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചേർക്കുന്നതാണ്. ഇതുപോലെ പൊടിച്ച് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പ്രത്യേക ടേസ്റ്റായത് ഇങ്ങനെ ചെയ്യണത്. എല്ലാവർക്കും അറിയാം, ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം എല്ലാവർക്കും. എന്നാലും ഞാൻ വയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്കിതെടുക്കാം. ഇനി നമുക്ക് പൊടി ഐറ്റങ്ങൾ മൂപ്പിച്ചെടുക്കാം. ചിക്കൻ എത്രത്തോളം ഉണ്ടോ അത്ര അതനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്താൽ. ഇത് വേണമെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി പൊടിച്ചൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയാണ് അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടേ. നല്ലൊരു മണമാണ് കേട്ടോ ഇത്. ഈ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണമാണ്. ഇവിടെ നല്ല മണം കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ ചിക്കനൊക്കെ വാങ്ങുമ്പം ഇതുപോലെയാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചിക്കന് ഇതാണ് എൻ്റെ മസാല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പം നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ മസാല ഇട്ട് പച്ച ചിക്കൻ കറിയാണിത്. നല്ല മണമാണ് കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റും ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. എനിക്കിനി പൊടി ഇത്രയും അധികം ഉണ്ട്. ടിന്നിലൊക്കെ ഇട്ട് തട്ടി വെച്ച് അടുത്ത പ്രാവശ്യത്തേക്ക് എടുക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.